കോട്ടയം ഏറ്റുമാനൂർ ഷൈനി എന്ന് പറഞ്ഞ ആ ഒരു ലേഡി അനുഭവിച്ച അല്ലെങ്കിൽ അതിനേക്കാൾ വേസ്റ്റ് എവർ സിറ്റുവേഷനോടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ലേഡിയുടെ വിഷയം ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ മറുനാടൻ മലയാളിയിൽ ഒരു വീഡിയോ കണ്ടത്. അതായത് ഷൈനി എന്ന് പറയുന്ന ആ ഒരു ലേഡിയുടെ സ്വന്തം തന്ത ഉണ്ടല്ലോ, ആ തന്ത മകൾ മരിച്ചിട്ടും ആ മകൾക്ക് വില പറയുന്ന രീതിയിലുള്ള ഒരു വോയിസ് ക്ലിപ്പ്. ഓക്കെ, 2 വോയിസ് ക്ലിപ്പ് അവരുടെ ജ്ഞാനായ ഗ്രൂപ്പുകളിൽ വന്നേക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ്. അപ്പം അതുകൂടെ കേട്ട സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ പ്രതിഷേധം അറിയിക്കാതെ പോവുക? എന്തായാലും അതിനകത്തിൽ ആദ്യത്തെ വോയിസ് ക്ലിപ്പ് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഇനി നമ്മുടെ വികാരിയച്ഛൻ ഇതിൽ ഇടപെട്ടില്ല എന്ന് പറഞ്ഞാണല്ലോ പല സംസാരം. അദ്ദേഹം അവിടെ ഇരിക്കാൻ യോഗ്യനല്ല. ഈ ഷൈനി ഇവിടുന്ന് പോയതിനു ശേഷം ഷൈനിയും ഷൈനിയുടെ ഫാദറും ഇവിടെ ഈ കുട്ടികളെ അലീനയെ വേനയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയും പിന്നെ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഇവരുടെ കേസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടും നമ്മൾ ചുണ്ണമ്പള്ളി വികാരിച്ചനെ കാണാൻ വന്നു. അന്നും അച്ഛൻ പറഞ്ഞു ഈ കേസിലേക്കൊന്നും പോകാതെ നമുക്ക് സംസാരിച്ച് തീർക്കാം എന്ന് പറഞ്ഞപ്പോൾ ഈ ഷൈനിയുടെ ഫാദർ പറഞ്ഞു ഒരു കാരണവശാലും ഞങ്ങൾ സംസാരിച്ച് തീർക്കാൻ പോകുന്നില്ല, കാരണം അവർക്ക് അതുപോലെ അനുഭവങ്ങൾ ആ വീട്ടിൽ നിന്നുണ്ടായി, അതുകൊണ്ട് ഞങ്ങൾ ഒരു തരത്തിലും സമ്മതിക്കില്ല. അപ്പം നമുക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് വികാരിയച്ഛനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇത് പറയാനല്ലേ പറ്റുള്ളൂ. പണ്ട് കാലമൊക്കെ ആയിരുന്നെങ്കിൽ ശരിയായി വികാരിയച്ഛന്മാർ നമ്മുടെ വീട്ടിൽ വന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ പറഞ്ഞാലേ അത് ചെയ്യും. ഇപ്പോ അങ്ങനെ അച്ഛൻ പറഞ്ഞാൽ കേൾക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് നമുക്കറിയാമല്ലോ. എല്ലാ വീട്ടിലും വഴക്കുകളും ബഹളമുണ്ട്. അത് അച്ഛൻ വന്ന് സംസാരിച്ചാൽ തീരുമോ? അത് വാശിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും തീരില്ല. കാരണം നമ്മളൊരു കേസുമായിട്ട് കോടതിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ പിന്നെ വക്കീലാണ് നമ്മുടെ ദൈവം. വേറെ നമുക്ക് യേശുക്രിസ്തു എന്ന ദൈവം പോലും ഇല്ല, വക്കീലാണ് നമ്മുടെ ദൈവം. ഞാൻ പറഞ്ഞ ഞാൻ എന്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആകണമെന്ന് യാതൊരു നിർബന്ധം എനിക്കില്ല. ഇനി ഈ പിള്ളേർക്ക് ഈ പൈസ കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്നുള്ളത് ഈ അച്ഛനും അറിയാമായിരുന്നല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ആ പിള്ളേർക്ക് പൈസ എത്തിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എടാ നോവി നിന്റെ പിള്ളേരാണ്, നീ അവന് പൈസ അയച്ചു കൊടുക്കും. അത് പറയാനുള്ള ഒരു ധാർമ്മിക ബോധം അല്ലെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അച്ഛൻ എന്ന നിലയിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. തന്നെയല്ല, ഈ അച്ഛൻ ഈ വീട്ടുകാരുടെ വാക്കും കേട്ട് ആ വാശിപ്പുറത്ത് തന്നെ നിൽക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാലോ, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കരിമന്നം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലും അവിടെ സ്റ്റേഷനിൽ അച്ഛനാണ് കൂടുതൽ സംസാരിച്ചത്. അച്ഛൻ പറഞ്ഞത് ഈ കേസായിട്ട് തന്നെ പൊക്കോട്ടെ. ഈ ഷൈനി കുറച്ച് പൈസ എടുത്ത കാര്യം പറയുന്നുണ്ടല്ലോ, ഷൈനിയുടെ വീട്ടിലേക്ക് എടുത്ത പൈസയല്ല. ആ സമയത്താണ് ഈ വീടിന്റെ മെയിൻ്റനൻസും എല്ലാം നടക്കുന്ന ആ സമയത്ത് എടുത്ത പൈസ ആ വീട്ടിലേക്ക് തന്നെ എടുത്തതാണ്. പക്ഷെ അതിനൊരു കണ്ടീഷൻ അവർ വെച്ച് ഈ പൈസ ഞങ്ങൾ അടക്കാൻ തയ്യാറാണ്. എങ്ങനെ? ഷൈനിയുടെ പേരിൽ ഒരു കാറുണ്ട്, ഷൈനിയുടെ പേരിൽ ഒരു പിക്കപ്പ് ഉണ്ട്, പിന്നെ ഷൈനിയുടെ പേരിൽ ഒരു ഇൻഷുറൻസ് ഉണ്ട്. ഇത് 3ഉം നോബിയുടെ പേരിലേക്ക് ആക്കിയാൽ ഈ പൈസ അടയ്ക്കാമെന്ന് അച്ഛൻ അവിടെ സമ്മതിച്ചു. വാസ്തവമായ കാര്യമാണ് കേട്ടോ, തെറ്റല്ല, വാസ്തവമായ കാര്യം. പിന്നെ ഞാൻ ആ കണ്ടീഷൻസിന്റെ കാര്യം പറഞ്ഞല്ലോ. എന്നോട് എനിക്ക് അത്രയും വിശ്വസിക്കാവുന്ന ഒരാളാണ് എന്നോട് ഈ കണ്ടീഷനെ പറ്റി പറഞ്ഞത്. അതിനുശേഷമാണ് ഒരു 3 ദിവസം മുമ്പാണ് ഞാൻ കൃത്യമായിട്ട് അറിയുന്നത് ഇതിന് 3 കണ്ടീഷൻസ് ആണ് ഉണ്ടായിരുന്നത്. 1, നോബിയും പിള്ളേരും അവിടെ വരണം. 2, അവിടെ കുറച്ചു നേരം ആ വീട്ടിൽ പൊതുദർശനത്തിന് വേണം. 3ാമത്തെ കണ്ടീഷൻ നമ്മുടെ തല കറങ്ങിപ്പോകുന്ന ഒരു കണ്ടീഷനാണ് ആ വീട്ടുകാർ വെച്ചത്. ഈ മരണത്തെ തുടർന്ന് അവർക്ക് കാരിത്താസിൽ 2 ദിവസം വെക്കേണ്ട വന്നു, വീട്ടിൽ 12 വന്നു. ഇതിന്റെ എല്ലാ ചെലവുകളും നോബി തരണം. നോബി തന്നാൽ ഈ ബോഡി വിട്ടുകൊടുക്കാമെന്നാണ് പറഞ്ഞത്. എന്നോട് പോലും ഈ 3ാമത്തെ കണ്ടീഷൻ എന്നോട് പറഞ്ഞിരുന്നില്ല. ഞാൻ മിനിയാന്നാണ് അതോ 4ാം നാളാണോ ഞാൻ ഈ വിവരം പറഞ്ഞ, പക്ഷെ ഞാൻ ആരോടും വെളിയിൽ ഞാൻ വിട്ടില്ല. ഇപ്പൊ അപ്പനാദേശ് ടിവിയിൽ തന്നെ ഇത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, സ്വന്തം മകളുടെയും കൊച്ചുമക്കളുടെയും മൃതദേഹങ്ങൾ വെച്ച് വില പറഞ്ഞ് ആ അപ്പനെ, ഷൈനിയുടെ അപ്പനെ എന്ത് വിളിക്കണം, അല്ല ആ ഷൈനിയുടെ വീട്ടുകാരെ എന്ത് വിളിക്കണം? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അതൊന്ന്. 2, ആ കണ്ടീഷൻ സമ്മതിച്ച് ആ കാശും കൊടുത്ത് ഈ ബോഡി ഇവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരുന്നു? ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. അവരുടനെ വാശി പിടിച്ചു. ശരി, എന്നാൽ കാശ് കൊടുത്തിട്ട് തന്നെ നമ്മുടെ ഭാഗം വിജയിക്കണം. ഇതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റതാണ്. അവർക്ക് ശരിയാണ്, അവിടെ ഒരു സംഭവം ദുരന്തം ഉണ്ടായി, നമ്മുടെ ആരുടെ തെറ്റ് എന്നുള്ള കാര്യം നമുക്കറിയില്ല. തെറ്റുണ്ടായി, 2 പേരുടെ ഭാഗത്ത് തെറ്റുണ്ടായി. എങ്കിൽ അവരാ ചെയ്യേണ്ടിരുന്നത്, എന്റെ അഭിപ്രായത്തിൽ ചെയ്യേണ്ടിരുന്നത്, അവരെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുക, എന്നപോലെ ഞങ്ങൾക്ക് ബോഡി കാണണം എന്ന് പറഞ്ഞാൽ പോലീസുകാർ അത് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ അത് അവിടെ തന്നെ അടക്കം ചെയ്യുക. ഇത്രയും ഈ വിവാദങ്ങളിലേക്ക് വരില്ലായിരുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ദയവേത് നിങ്ങൾ ഈ വാട്സപ്പിൽ ചേന്നാക്കുടി അച്ഛനെ പറ്റി അച്ഛൻ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം തെറ്റാണ്. ഈ കാര്യം എനിക്കറിയാം. അവളോട് ബാക്കി എന്നൊക്കെ വാട്സപ്പിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഈ കാര്യത്തിൽ നമ്മുടെ അച്ഛന്റെ ചുമതലകൾ കൃത്യമായി ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാടെ, സ്വന്തം തന്തയാണ്, അതായത് സ്വന്തം മകളുടെയും 2 കൊച്ചുമക്കളുടെ ആണെങ്കിൽ മൃതശരീരത്തിനാണെങ്കിൽ വില പറഞ്ഞേക്കുന്ന ഒരു തന്ത. ഓക്കെ, എടേ ഇത് ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് കേട്ടോ. മരിച്ചിട്ടും ഒന്ന് ആലോചിക്കോ, ഒന്നാമത് ജീവിച്ചിരുന്ന ടൈമിൽ അവർക്ക് മറ്റേ റോസമസ്റ്റിക്കയിലാണെങ്കിൽ ജോലി കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഇയാൾ വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ പിന്നീട് ഈ കുട്ടികളെ ആണെങ്കിൽ ഹോസ്റ്റലിലായിക്കണം, ഞങ്ങൾക്ക് നോക്കാൻ വയ്യ, നീ വേണേൽ വല്ല ഹോസ്റ്റലായിക്കിട്ട് വേണം, നീ വല്ല ജോലിക്കും പോകാനെ കൊണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞു. എത്രയും ദുരിതപൂർണ്ണമായിട്ടായിരുന്നു അവർ ജീവിച്ചിരുന്ന ടൈമിൽ ആ ഒരു വീട്ടിലുണ്ടായിരുന്നത്. അത് സ്വന്തം വീടാണ്. ഓക്കെ, അത് മാത്രമല്ല മരണപ്പെട്ടിട്ടും മരിച്ചു കഴിഞ്ഞിട്ടും അതിന് വില പറയുകയാണ്. അതിനകത്തുനിന്ന് 2 ചിക്കിളി കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന്. എന്തൊരു തന്തയാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞു വെച്ചിട്ട് ആ നാട്ടുകാരൊക്കെ ഉണ്ടല്ലോ, ഈ തന്തേനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എല്ലാവർക്കും, അവിടെയുള്ള ആൾക്കാർക്ക് ഇയാളെ പറ്റി നല്ല വ്യക്തത ഉണ്ടല്ലോ, അപ്പം ഇയാളെ അങ്ങ് ഒറ്റപ്പെടുത്തി നിർത്തുക, എല്ലാ സ്ഥലത്തും ഒറ്റപ്പെടുത്തി നിർത്തുക. ഓക്കെ, സ്വന്തം മകളോട് ഈ ഒരു ക്രൂരത ചെയ്തേക്കുന്ന ഒരു വ്യക്തിയല്ലേ, ഇയാൾ നരകിച്ച് തന്നെ ചാവണം. വയസ്സായി പ്രായമായൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവൻ എവിടെയെങ്കിലും വണ്ടി തട്ടി കിടന്നു കഴിഞ്ഞാൽ അവൻ അവിടെ കിടക്കണം, ഒരാൾ പോലും തിരിഞ്ഞു നോക്കാൻ നിൽക്കില്ല. ഇനി മറ്റൊരു വോയിസ് കൂടെ വന്നിട്ടുണ്ട്, അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. ചുണ്ണമ്പള്ളി അച്ഛനെ വിളിച്ചിട്ട് ഇന്നൊരു സംഭവം ഉണ്ടായി,
ആ സംഭവം ഉണ്ടായി. അപ്പോൾ അച്ഛൻ ചോദിച്ചു എവിടെയാണ് അടക്കിൻ്റെ കാര്യമെല്ലാം തീരുമാനമായോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണി തന്നെ പറഞ്ഞു, ഞങ്ങൾ അവരുടെ ഷൈനിയുടെ വീട്ടുകാരുമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, തൽക്കാലം മോർച്ചറി വെക്കുവാണ്, അതിനുശേഷം അറിയിക്കാമെന്ന് പറഞ്ഞു. ആദ്യം നോബിയുടെ വീട്ടുകാരും ഷൈനിയുടെ വീട്ടുകാരോട് സംസാരിച്ചിട്ട് ഷൈനിയുടെ വീട്ടുകാർ അവരുടെ പേടവപ്പള്ളിയിൽ തന്നെ ഈ മൃതദേഹങ്ങൾ അടക്കം ചെയ്യണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. അതനുസരിച്ച് അവർ അവിടുത്തെ വികാരിയച്ഛനുമായിട്ട് ബന്ധപ്പെട്ടു. അവിടുത്തെ വികാരിയച്ഛൻ നേരെ നമ്മുടെ വികാരിയച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ അടക്കാനായിട്ട് ഈ മൃതദേഹങ്ങൾ ഇവിടെ അടക്കാനുള്ള NOC നമുക്ക് ലെറ്റർ കൊടുക്കുന്നത്, ആ NOC അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് നമ്മുടെ വികാരിയച്ഛൻ പറഞ്ഞു നമുക്ക് NOC കൊടുക്കുന്നതിന് തടസ്സമില്ല. അങ്ങനെയാണ് അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ ശനിയാഴ്ച രാവിലെ കുർബാന മധ്യേ ഈ മൃതസംസ്കാരത്തിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുകയും ചെയ്തതാണ്. ഇത്ര മണിവരെ ഇന്ന സ്ഥലത്തുണ്ട്, അതിനുശേഷം അവിടെ പാരിഷാൾ പൊതുദർശനമായിരിക്കും. അത്രയും കാര്യം കഴിഞ്ഞ് ഒരു 2 മണിയോടുകൂടി, ഏകദേശം 2 മണിയോടുകൂടി നോബിയുടെ അനിയൻ ഉണ്ണിയും ഉണ്ണിയുടെ ഭാര്യയും നോബിയുടെ മകനായ എഡ്വിനും കൂടി നമ്മുടെ വികാരിയച്ഛനെ കാണാൻ വരുന്നു. എന്നിട്ട് എഡ്വിനെ കൊണ്ട് ഒരു ആവശ്യം അവിടെ പറയിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ കുടുംബക്കലറുണ്ട്, എൻ്റെ അമ്മയെയും എൻ്റെ പെങ്ങന്മാരെയും ഇവിടെ അടക്കാനാണ് എനിക്ക് ആഗ്രഹം, അതുകൊണ്ട് അതിനുള്ള സൗകര്യം ചെയ്തു തരണമെന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി പള്ളിയിൽ ഇതെല്ലാം വിളിച്ച് പറഞ്ഞു, ഇനിയും പ്രശ്നമില്ല, പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ബന്ധുക്കൾ തമ്മിൽ ഒരു തീരുമാനമാക്കുക. ബന്ധുക്കൾ തമ്മിൽ തീരുമാനമാക്കിയിട്ട് അവിടുത്തെ അച്ഛനെയും എന്നെയും വിളിച്ചറിയിച്ചാൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതാണ് അവിടെ നടന്നത്. ഈ ചർച്ച അന്ന് മുഴുവൻ നടന്നു എങ്കിലും ഏകദേശം രാത്രി 10 മണിയോടുകൂടി, ഞാൻ ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക, ശനിയാഴ്ച 10 മണിയോട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ഈ ചുങ്കത്തിൽ നിന്ന് ഒരാൾ എന്നെ ഫോണിൽ വിളിക്കുകയും, ആളുടെ പേര് പറയുന്നത് ശരിയല്ല, എന്നോട് പറഞ്ഞു ഇതിൽ KCC ഇടപെടണം, അവരുടെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് KCC ഇടപെടണം. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും KCC ഇതിനകത്ത് ഇടപെടില്ല, കാരണം ഇതൊരു കുടുംബ പ്രശ്നമാണ്, KCCക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് കുടുംബക്കാരെന്ത് തീരുമാനിച്ചോ അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞാൽ ആകെ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നോബിയും നോബിയുടെ മകനും വന്നു വേണം മൃതദേഹം ഏറ്റുവാങ്ങാൻ. ഞാൻ പറഞ്ഞു ആ ഒരു കണ്ടീഷനേ ഉള്ളെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചോളാം. അപ്പം സമയം ഏകദേശം ഒരു 10:30 ഞാൻ നോബിയെ വിളിക്കുന്നത് ശരിയല്ലല്ലോ, വീണ്ടും ഞാൻ ഈ അനൂപിനെയാണ് വിളിച്ചത്. ഞാൻ അനൂപിനെ വിളിച്ചു പറഞ്ഞു, അനൂപ് അവർ ബോഡി ഇവിടെ അടക്കുന്നതിൽ അവർക്ക് തടസ്സമില്ലെന്നാണ് പറയുന്നത്, പക്ഷേ അവരുടെ കണ്ടീഷൻ നോബിയും നോബിയുടെ മകനും അവിടെ ചെന്ന് ബോഡി ഏറ്റുവാങ്ങണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നോബിയോടും വീട്ടുകാരും ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു അയ്യോ ഇത്രയും സമയമായില്ലേ, ഞാൻ ഇതേപ്പറ്റി ചോദിച്ചിട്ട് നാളെ എന്നെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. പിന്നെ ഇവർ വിളിക്കുന്നത് ഉണ്ണിയാണ് എന്നെ വിളിക്കുന്നത്. ഉണ്ണി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഈ ബോഡി കൊണ്ടുവരാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വരണോ? ഞാൻ പറഞ്ഞു അവരുടെ വീട്ടിലേക്ക് ഞാൻ പറ്റില്ല, കാരണം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ശരിയാവുകയില്ല, കാരണം ആരൊക്കെ വരുന്നതെന്ന് അവർക്ക് അറിയത്തില്ല, ചുങ്കന്മാരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ കൈവച്ചിരിക്കും. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട്, പോലീസ് എല്ലാം ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഞാൻ അവിടെ അർക്കാഡിയ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിന്നോളാം, ആംബുലൻസ് വരുമ്പോൾ ആ കൂടെ ഞാൻ പോകുന്നോളാം. അങ്ങനെ ആംബുലൻസ് ആയിട്ട് വന്നു. ഞാൻ ചുങ്കം വളവിൽ ഇറങ്ങി, അവരുടെ വീട്ടിലേക്ക് പോയില്ല കേട്ടോ, അവരുടെ വീട്ടിലേക്ക് പോയില്ല. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കുറെ കാര്യങ്ങൾ പറയുന്നത് അച്ഛൻ ഇടപെട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കാമായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് നേരിട്ട് അറിവുകളാണ് ഈ അച്ഛൻ ഈ നോബിയുടെ വീട്ടുകാരോട് പറഞ്ഞിരുന്നു ഈ പ്രശ്നം തീർക്കാൻ. പക്ഷേ അന്ന് അവിടുന്ന് കിട്ടിയ മറുപടി ഒട്ടും തൃപ്തികരമായിരുന്നില്ല. അത് യാതൊരു സഹകരണം അതിനകത്തുണ്ടായിരുന്നില്ല. ഞാൻ നേരിട്ട് ഈ നോബിയായിട്ട് സംസാരിച്ച ഈ പ്രശ്നം തീർക്കണമെന്ന് പറഞ്ഞാണ് തീർത്തില്ല. ഷൈനിയായിട്ട് ഞാൻ സംസാരിച്ചു. ഷൈനി വിളിച്ച ഫോൺ എടുക്കില്ല. അവസാനം ഞാൻ ഷൈനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു. ആ മെസ്സേജിന് അവൾ റിപ്ലൈ തന്നു. ആ റിപ്ലൈയിലും അവൾ പറഞ്ഞത് സാറേ ഒരു കാരണവശാലും ഞാൻ അങ്ങോട്ട് വരികയില്ല, ഞാൻ അതുപോലെ ഇതിൽ അനുഭവിച്ചു, അതുകൊണ്ട് ഈ മേലിൽ ഈ കേസിന് വേണ്ടിയിട്ട് എന്നെ ബെന്നിസാർ വിളിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഷൈനിമേ ശരി എന്ന് പറഞ്ഞു. അത് നവംബർ 13-നാണെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ഫോണിൽ വന്നു, പക്ഷേ ആ മെസ്സേജ് ഡിലീറ്റ് ആയിപ്പോയി. ഓക്കെ, അതെന്തിനോട്ടെ. പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് നമുക്കിപ്പോൾ ഈ മീഡിയ കമ്മീഷൻ അപ്നാദേശ് TV ഒരു വിശദീകരണം ഇറക്കിയിട്ടുണ്ടല്ലോ. അതിൽ പറയുന്നുണ്ട് ബോബി അച്ഛൻ്റെ ഇതിലെ റോൾ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അന്ന് വരെ അറിയത്തില്ലായിരുന്നു ഈ 9 മാസമായിട്ട് നോബിയോ നോബിയുടെ വീട്ടുകാരോ ഈ 2 കുട്ടികൾക്കുമുള്ള ചെലവുകാശ് പോലും കൊടുത്തിരുന്നില്ല എന്ന് ഞാൻ ഈ തലേദിവസം രാത്രി അറിയാം. ആ തലേദിവസം രാത്രി ഇതേപ്പറ്റി സംസാരം ഉണ്ടായി, ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി. അന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ അച്ഛൻ എന്ന് പറഞ്ഞ ആള് നമുക്ക് അൽത്താരയിൽ നിന്ന് സുവിശേഷം പറയാനും കുടുംബസ്നേഹം അല്ലെങ്കിൽ പരസ്പര സ്നേഹം ഇതേപ്പറ്റിയൊക്കെ വാദോരാതെ പ്രസംഗിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അയാൾക്കെങ്കിലും ഇടപെട്ടിട്ട് ഈ പൈസ അവനാന്റെ പിള്ളേരല്ലേ, പക്ഷേ ഇനി വഴക്കൂടി പോയി, ഓക്കെ എന്തൊരു അടക്കുന്ന പ്രശ്നം, ഈ പിള്ളേർക്കുള്ള പൈസ അയച്ചു കൊടുക്കേണ്ടതായിരുന്നു. അത് അയച്ചു കൊടുക്കാനുള്ള ബാധ്യത അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ധാർമ്മിക ബാധ്യത ഈ അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛൻ അത് ചെയ്തില്ല. അച്ഛൻ അത് ചെയ്തിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇത്രയും ഇത് മുമ്പോട്ട് പോകാമായിരുന്നു എങ്കിലും എനിക്ക് തോന്നുന്നില്ല. ഇതുണ്ടല്ലോ ഈ കുറേ ആൾക്കാർ കുറേ ഫാമിലീസിൽ ഈ പറയുന്ന പോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഓക്കെ, നിങ്ങൾ തമ്മിൽ പരസ്പരം തല്ലി ഉണ്ടാക്കാം അല്ലെങ്കിൽ ഈ തല്ലടിച്ച് പിരിയുമ്പോഴത്തേക്കിന് ഇവിടെ പെട്ടുപോകുന്നത് 2 മക്കളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന മക്കളുണ്ടല്ലോ, അവരാണ് ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്നത്. നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കിന് ആ മക്കൾ എന്ത് പഠിച്ച് ഇപ്പം ആ മക്കൾക്ക് ചിലവിന് കൊടുക്കണ്ടേ? ഞാൻ ഇപ്പം മറ്റേ ബാലവിഷയമൊക്കെ എടുത്ത ടൈമിലൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ലെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുത്. അത്രമാത്രമേ ഇവിടെ ഞാൻ പറയുന്നുള്ളൂ. ഏതൊരു തന്തയാണെങ്കിലും ഏതൊരു തന്തയും തള്ളയാണെങ്കിലും മക്കളെ നോക്കാൻ പറ്റത്തില്ലെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുത്. ഇവിടെ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നം, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന കുട്ടികളാണ് ഈ കുട്ടികൾ. ഇപ്പം ആ 2 പെൺകുട്ടികളാണെങ്കിൽ ജീവനോടെ ഉണ്ടെങ്കിൽ പോലും ഈ കുട്ടിക്കാലം തൊട്ട് അവർ വളർന്ന് വലുതാകുമ്പോഴത്തേക്കും ഇവർ ഈ ചൈൽഡ്ഹുഡിൽ അനുഭവിക്കുന്ന ഒരു ട്രോമയുണ്ട്. ആ ട്രോമ അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട്. എൻ്റെ ചുറ്റുവട്ടത്ത് ഞാൻ പല വീഡിയോസിനകത്ത് പറഞ്ഞ പോലെ കുഞ്ഞുനാൾ തൊട്ട് ഞാൻ കണ്ടു വളരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ആ ഒരു ട്രോമ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, കുട്ടികളുടെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാല്യം, കൗമാരം, ഈ സാധനങ്ങളെല്ലാം ഇല്ലാണ്ടാക്കി കളയും. അതിന് ഏറ്റവും വലിയ ഉത്തരവാദികൾ അവരുടെ ജീവിതത്തിൽ ചില വലിയ ലക്ഷ്യങ്ങളുണ്ടായിരിക്കും, അതിലോട്ട് പോലും എത്താൻ സഹായിക്കാത്ത രീതിയിലായിരിക്കും ഈ മാതാപിതാക്കളുടെ വഴക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത്.
സോ ദയവ് ചെയ്ത് നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ചെയ്ത് മാറുക. ആ മക്കളുടെ കാര്യം അവരെ സുരക്ഷിതമായിട്ട് വെക്കുക. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ അവരെന്ത് തെറ്റ് പിഴച്ച് ആ മക്കളുടെ കാര്യം ഒരാളും വിട്ട് കളയരുത്. എന്തായാലും പോയവർ പോയി. ഓക്കെ, ഇനി ഒരുപാട് ഷൈനിമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാൻ അതുപോലെ ഒരു വിഷയമാണ് ഞാനിപ്പോൾ മുമ്പേ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാനത് നിങ്ങളിലോട്ട് എത്തിക്കാം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ആ തന്ത നാറി എന്ന് പറയുന്നുണ്ടല്ലോ, അവനെ ആ നാട്ടുകാർ അവനെ ഒറ്റപ്പെടുത്തി നിർത്തണം. അവൻ വയസ്സാം കാലത്ത് നരകിച്ച് ചാവണം. ഓക്കെ, അവൻ്റെ ആ തന്ത മാത്രമല്ല തള്ളയും. ആ തള്ളയ്ക്ക് എന്തായാലും തള്ളയ്ക്ക് മോളെ നോക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ തള്ളയും തന്തയും എന്ത് തന്നെ പറഞ്ഞാലും അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തി അവനൊന്നും ചാവാൻ സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും ഒരാൾ കൊണ്ട് കൊടുക്കരുത്. അവൻ നരകിച്ച് ചാവണം. അതുപോലെ സ്വന്തം മകൾക്ക് ഇപ്പം മരിച്ചു കഴിഞ്ഞിട്ട് അതിന് വില പറഞ്ഞേക്കുന്ന ഒരു തന്തയാണ്. എന്തോന്നടേ ഇതൊക്കെ.